എടാ മോനെ എന്ന ഒറ്റ വിളിമതി. രംഗണ്ണൻ മാസാണ്, കട്ട ലോക്കലാണ്, തീയാണ് എന്നറിയാൻ. വെള്ള വസ്ത്രത്തിനൊപ്പം ആഭരണങ്ങൾ അണിഞ്ഞ് പ്രതാപം കാട്ടുന്ന വേഷത്തിൽ മുൻപ് ഫഹദ് ഫാസിൽ എത്തിയത് തമിഴിൽ ജാതിവെറിയുടെ ഭീകരത കാട്ടിയ മാമന്നനിലാണ്. വീണ്ടും വെള്ളയുടുത്ത് സ്വർണ്ണമണിഞ്ഞ് അങ്ങേയറ്റം വ്യത്യസ്തമായ രൂപത്തിൽ ഫഫ എത്തിയിരിക്കുകയാണ് ആവേശത്തിലൂടെ. രാഷ്ട്രീയ നേതാവിൽ നിന്ന് ബംഗളൂരു സ്വദേശിയായ അധോലോക നായകൻ രംഗനിലേക്കുള്ള ഫഫയുടെ പരകായ പ്രവേശം പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്. മാനരസങ്ങളിൽ വെറൈറ്റി പിടിക്കാനും കഥാപാത്രത്തിന് വേണ്ടി ശരീരത്തെ മെരുക്കാനും മലയാളത്തിൽ മുൻപന്തിയിലുള്ളത് ഫഹദ് തന്നെയാണെന്ന് മുൻപത്തെ പല കഥാപാത്രങ്ങളിലൂടെയും പ്രേക്ഷകർ അറിഞ്ഞിട്ടുണ്ട്. ഓരോ ചിത്രങ്ങൾ കഴിയും തോറും ഫഹദ് കൂടുതൽ വിസ്മയിപ്പിക്കുകയാണ്. അതുതന്നെയാണ് ആവേശത്തിലും കാണാൻ കഴിയുക. ആവേശത്തിന്റെ പ്രൊമോഷൻ പരിപാടിക്കിടെ ഫഹദ് ആവേശത്തോടെ ഡാൻസ് കളിച്ചപ്പോൾ ആരാധകർ അത്ഭുതപ്പെട്ടിരുന്നു. അണ്ണൻ സാധാരണ ഇത്തരം പരിപാടികൾ പിടിക്കാറില്ലല്ലോ എന്ന സംശയം കമന്റ് ബോക്സുകളിൽ അന്ന് നിറഞ്ഞിരുന്നു. പൊതുവെ പ്രൊമോഷന് വന്ന് വളരെ ശാന്തമായി സംസാരിച്ച് തിരിച്ചു പോകുന്ന ഫഹദ് പതിവിൽ നിന്ന് വ്യത്യസ്തമായി പബ്ലിക്കായി ഇത്ര ആവേശം കാണിച്ച് ഡാൻസ് ചെയ്തതൊന്നും വെറുതെ അല്ലെന്ന് പടം കണ്ടവർക്ക് കലങ്ങും. ചില്ലറ വിളയാട്ടമൊന്നുമല്ല ആവേശത്തിൽ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് പടം കണ്ടിറങ്ങുന്ന പ്രേക്ഷകർ ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെടുകയാണ്. വളരെ ചെറിയൊരു കഥയെ തന്റെ സ്വാഗ് കൊണ്ട് എബോ ആവറേജിൽ എത്തിക്കാനുള്ള മിടുക്ക് ഫഫയ്ക്കുണ്ട്. അതിനൊപ്പം BGM, എഡിറ്റിംഗ് എന്നിവ കൂടി ചേരുമ്പോൾ പവർ പാക്ഡ് ഫൺ എന്റർടൈനറായി ആവേശം മാറുകയാണ്. ഇന്റർവെൽ ബ്ലോക്കും ക്ലൈമാക്സും ഫഹദിന്റെ അഴിഞ്ഞാട്ടം എന്നുകൂടി പ്രേക്ഷകർ പ്രതികരിച്ചു കഴിഞ്ഞു. നടക്കപ്പോറത് ഭൂകമ്പം എന്ന ക്യാപ്ഷനുള്ള പോസ്റ്ററുകളുമായാണ് ചിത്രത്തിന്റെ വമ്പൻ വിജയം പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത്. വെറും സാധാരണ ലോക്കൽ ഗുണ്ടാ സെറ്റപ്പിൽ നിന്നുകൊണ്ട് തന്നെ പല വേരിയേഷനുകളിലേക്ക് എത്തി ക്യാരക്ടർ റിവീലിംഗ് നടത്തുന്ന രംഗയ്ക്ക് പറയാനുള്ളത് ഒരു സാധാരണ കഥ തന്നെയാണ്. പലപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട് ഒരു സിനിമയുടെ നട്ടെല്ല് തിരക്കഥയാണെന്ന്. എന്നാൽ അതൊക്കെ മാറുന്ന കാലം കൂടിയാണിത്. സിനിമ എന്ന മാധ്യമത്തിൽ കഥയ്ക്ക് പ്രാധാന്യമില്ലെന്നല്ല, പക്ഷെ പണിയറിയാവുന്ന സംവിധായകനും ആർട്ടിസ്റ്റും ഉണ്ടെങ്കിൽ ഒരു ചെറിയ കഥാതന്തുവിനെ ഗംഭീര വിഷ്വൽ ട്രീറ്റാക്കി മാറ്റാൻ സാധിക്കുമെന്ന് ആവേശം തെളിയിക്കുകയാണ്. ഫഹദ് മാത്രമല്ല, മറ്റ് അഭിനേതാക്കളും കൈയടക്കത്തോടെ തന്നെ ചിത്രത്തിൽ പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. മമ്മൂട്ടിയുടെ ഭ്രമയുഗം എന്ന ചിത്രം പോലും വേണ്ടെന്ന് വെച്ച് ഈ സിനിമയ്ക്കായി കാത്തിരുന്ന സജിനും ആ തീരുമാനം ശരിയെന്ന് പ്രേക്ഷകരെ കൊണ്ട് പറയിപ്പിച്ചു കഴിഞ്ഞു. ചിത്രത്തിൽ ഊമയായി എത്തുന്ന ഡ്രൈവറും കിടിലൻ രോമാഞ്ചമാണ് പ്രേക്ഷകർക്ക് സമ്മാനിച്ചത്. രോമാഞ്ചത്തിന് ശേഷം ജിത്തു മാധവൻ വീണ്ടും എത്തുമ്പോൾ മലയാള സിനിമയ്ക്ക് മിനിമം ഗ്യാരണ്ടി ഉറപ്പിക്കാവുന്ന മറ്റൊരു സംവിധായകനെ തന്നെയാണ് ലഭിച്ചിട്ടുള്ളത്. ആദ്യ ദിനം മികച്ച പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അൻവർ റഷീദ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ അൻവർ റഷീദും ഫഹദ് ഫാസിൽ ആൻഡ് ഫ്രണ്ട്സിന്റെ ബാനറിൽ നസ്രിയ നസീമും ചേർന്നാണ് ആവേശം നിർമ്മിച്ചിരിക്കുന്നത്. ഫഹദിന് പുറമെ മൻസൂർ അലിഖാൻ, ആശിഷ് വിദ്യാർത്ഥി, സജിൻ ഗോപു, പ്രമുഖ മലയാളി ഗെയിമറും യൂട്യൂബറുമായ ഹിപ്സ്റ്റർ, മിഥുൻ JS, റോഷൻ ഷാനവാസ്, പൂജ മോഹൻരാജ്, നീരജ രാജേന്ദ്രൻ തുടങ്ങിയവരാണ് ആവേശത്തിൽ അണിനിരന്നിട്ടുള്ളത്. എല്ലാവരും മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്.